ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ മോട്ടറിൻ്റെയൊക്കെ ഫുഡ് വാൽവ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് കിണറിലേക്ക് ഇടുന്ന സ്ഥലം. കിണറിലേക്ക് നമ്മൾ പൈപ്പ് ഇടുന്ന സമയത്ത് വെള്ളം കുറച്ച് സ്റ്റോർ ചെയ്ത് നിൽക്കണം. വെള്ളം കുറച്ച് സ്റ്റോർ ചെയ്ത് നിന്നാൽ മാത്രമേ, അതായത് നമ്മൾ അടിക്കുന്നതിന് സമയത്ത് ആ പൈപ്പിലൂടെ വെള്ളം സ്റ്റോർ ചെയ്ത് നിന്നാൽ മാത്രമേ വെള്ളം അടിക്കുന്ന സമയത്ത് മുകളിലേക്ക് കയറി വരുള്ളൂ. അപ്പോൾ ഈ ഫുഡ് വാൽവ് ലീക്ക് ഉണ്ടെങ്കിൽ വെള്ളം മുകളിൽ നിന്നുള്ള വെള്ളം താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് വെള്ളം എടുക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ ഫുഡ് വാൽവാണ് അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഫുഡ് വാൽവ് എങ്ങനെ വെള്ളം നമ്മൾ അടിക്കുന്ന സമയത്ത് മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് വെള്ളം എങ്ങനെ മുകളിലേക്ക് കയറുന്നുവെന്നും, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വെള്ളം അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അതിനുള്ള ചെറിയൊരു വാൽവുണ്ട്. ആ വാൽവ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പരിചയപ്പെടാം. ഇതിൻ്റെ അകത്ത് ഇതാണ് ഫുഡ് വാൽവ് വരുന്നത്. ഇത് 1.25 ഇഞ്ച് ഫുഡ് വാൽവാണ് വരുന്നത്. 1 ഇഞ്ച് ഫുഡ് വാൽവ് വരുന്നുണ്ട്, 1.25 ഇഞ്ച് ഫുഡ് വാൽവ് വരുന്നുണ്ട്. നമുക്ക് ഈ ഫുഡ് വാൽവ് എല്ലാം തന്നെ കറക്റ്റായിട്ട് നമുക്ക് പല രീതിയിൽ, അതായത് 2 രീതിയിൽ, 1 ഇഞ്ചിൻ്റെ ഫുഡ് വാൽവിൻ്റെ ആവശ്യമുള്ള സ്ഥലത്ത് 1 ഇഞ്ച്, 2 ഇഞ്ച്, 1.5 ഇഞ്ച്, 1.25 ആവശ്യമുള്ള വരുന്ന സ്ഥലങ്ങളിൽ 1.25 ഇഞ്ച് നമുക്കിത് കടയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇതെന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ തുറന്നതിന് ശേഷം ഇതിൻ്റെ അകത്തൊരു വാൽവുണ്ട്. ഈ വാൽവാണ് ശരിക്കും ഇതിൻ്റെ കറക്റ്റായിട്ട് വെള്ളം താങ്ങി നിർത്തുന്നത്. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒരു റബ്ബറിൻ്റെ വെറുതെ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ടെക്നിക്കാണ്. ആ വാൽവാണ് ഈ കാണുന്നത്. ഈ വാൽവ് കണ്ടോ, ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. അതായത് ഒരു വൺ സൈഡ് മാത്രമേ ഓപ്പൺ ആവുന്നുള്ളൂ. വൺ സൈഡ് ഓപ്പൺ ആവും, ഒരു സൈഡ് ഫുൾ ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഈ വൺ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്താണെങ്കിലും ക്ലോസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഇല എന്തെങ്കിലും അതിൻ്റെ ഗ്യാപ്പിൽ പോയാൽ പോലും വെള്ളം ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഫുഡ് വാൽവ് ലീക്ക് വരുന്ന സമയത്ത് ആദ്യമേ തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കയറിയിരിക്കുന്നുണ്ടോ, വാൽവിൻ്റെ അവിടെ ഉണ്ടോ എന്നാണ് ഏറ്റവും ആദ്യമേ തന്നെ ചെക്ക് ചെയ്യേണ്ടത്. ഈ വാൽവ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് ആദ്യമേ വാൽവ് പിടിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്. അതിൻ്റെ ഡയറക്ഷൻ മാറിപ്പോകരുത്. അതായത് ഈ ലെവലിൽ നമ്മൾ പിടിപ്പിച്ചതിന് ശേഷം വെള്ളം വലിക്കുന്ന അവസ്ഥയിൽ തുറക്കുന്ന വേണ്ട രീതിയിലാണ് വേണ്ടത്. അതായത് വെള്ളം അതിൻ്റെ ഒരു സ്ക്രൂ ഇട്ടിരിക്കുന്ന കാണാൻ, 8 ബോൾട്ട് ഇട്ടാണ് കാണാൻ, ഒരു വെയിറ്റ് കൊടുത്തിരിക്കുന്നതാണ്. അതായത് വെള്ളം വലിക്കുന്ന അവസ്ഥയിൽ, മോട്ടർ ഓൺ ചെയ്യുന്ന അവസ്ഥയിൽ, കിണറിൽ നിന്ന് വെള്ളം വലിക്കുന്ന അവസ്ഥയിലേക്ക് ഓണിങ് പൊസിഷനിൽ വരണം. ഈ ലെവലിൽ കൊടുക്കണം, അത് ഓണാവും. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ വെള്ളം വലിക്കുന്ന സമയത്ത് ആ വാൽവ് ഓൺ ചെയ്തതിന് ശേഷം വാൽവ് തുറന്ന് മുകളിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കും. വെള്ളം ക്ലോസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അത് വെള്ളം വലിക്കാത്ത അവസ്ഥയിൽ താഴേക്ക് വന്ന് വെള്ളം വാൽവ് ക്ലോസ് ചെയ്തിരിക്കും, താഴേക്ക് വന്ന് ടൈറ്റ് ആവും. അങ്ങനെയാണ്. അപ്പോൾ ആ ടൈറ്റ് ആവുന്ന സമയത്ത് മുകളിൽ കിടക്കുന്ന പൈപ്പിലുള്ള വെള്ളം അവിടെ സ്റ്റോപ്പ് ആവും. ഈ സ്റ്റോപ്പ് ആവുന്ന വെള്ളം ലീക്ക് വരുമ്പോഴാണ്, ഈ വാൽവ് ചെറിയ ലീക്ക് വരുമ്പോഴാണ് വെള്ളം പൂർണ്ണമായിട്ടും പോയതിന് ശേഷം മോട്ടറിൽ വെള്ളം എടുക്കാത്ത അവസ്ഥ വരുന്നത്. അപ്പോൾ വൺ സൈഡ് വരുന്നൊരു വാൽവാണ് ഈ വാൽവ് വരുന്നത്. കുറേ നാളുകൾക്ക് ശേഷം കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ നാളുകൾ പൂപ്പലായി അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്നാലും കംപ്ലയിൻറ്റ് വരാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്യാപ്പിലൂടെ ചിലപ്പോൾ ചെറിയ ഇലകൾ കയറിയിട്ട് ആ വാൽവിൻ്റെ ഗ്യാപ്പിലിരുന്നാലും അതുപോലെ തന്നെ വെള്ളം ഫുൾ പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും വെള്ളം ഓൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ വാൽവിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം കുറച്ച് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് വാൽവിനെ കുറിച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.